محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. جزا الله أن أحمدا خير ما جزا فمذ جاءنا بالحق فالحق وبرج. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولسائر المؤمنين والمؤمنات يا رب العالمين. حسبنا الله ونعم الوكيل لا حول ولا قوة إلا بالله العلي العظيم. ശരിയാ വീക്കിന്റെ അവസാനത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ആദ്യമായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച നാദി ദഅവ, അതുപോലെ മദീനത്തുന്നൂറിലെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനിയും നല്ല കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്ലാൻ ചെയ്യാനും അതിനെ കൃത്യമായി നടപ്പിലാക്കാനും അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയിൽ ഇഖ്ലാസോട് കൂടെ ചെയ്യാനും നമുക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തബഖാത്തുൽ അശായിറ എന്നതാണ്. അശ്അരി പണ്ഡിതന്മാരുടെ വിവിധ കാലഗണന അനുസരിച്ചുള്ള ചരിത്രം. ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ത്വബഖാത്തിന്റെ പൊതുവെയുള്ള ശൈലി, ഓരോ പണ്ഡിതനും മരണപ്പെടുന്ന വഫാത്താകുന്ന വർഷം, ആ വർഷത്തിനനുസരിച്ചാണ് ത്വബഖാത്തിൽ അവരുടെ പേരുകളും അതിനെ തുടർന്നുള്ള ഡീറ്റെയിൽസും, നമ്മൾ ഇസ്തിലാഹിയ ഭാഷയിൽ പറഞ്ഞാൽ തർജമ, അവരുടെ തർജമ ഉൾപ്പെടുത്താറുള്ളത്. ഉദാഹരണത്തിന് ഇമാം ഗസാലി റഹിമഹുല്ല അവര് ജീവിതത്തിന്റെ സിംഹഭാഗവും കൂടുതൽ ഭാഗവും ജീവിച്ചത് ഹിജ്റ 500 മുന്നാണ്. ഹിജ്റ 505 വഫാത്താകുന്നത്. 5 വർഷം മാത്രമേ ആ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അവരുടെ ചരിത്രം തബഖാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക 6-ാം നൂറ്റാണ്ടിലായിരിക്കും. അവരെത്ര കാലം മുന്നേയുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ചു എന്നത് പരിഗണനീയമല്ല. തബഖാത്തിന്റെ ഒരു ശൈലി അങ്ങനെയാണ്. അവർ വഫാത്തായ വർഷമാണ് പരിഗണിക്കുക. ഈ ഒരു തബഖാത്തുൽ അശായിറ ഇത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരങ്ങളുണ്ട്. ഒന്ന്, വ്യത്യസ്ത കാലങ്ങളിൽ ഇൽമുൽ കലാമിന് വന്ന മാറ്റങ്ങൾ, ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാര്, മുത്തകല്ലിമുകള് അവരെങ്ങനെയാണ് ഓരോ കാലത്തെയും പ്രശ്നങ്ങളെ നേരിട്ടത്, അതിനോട് എങ്ങനെയാണ് അവർ എൻഗേജ് ചെയ്തത്, പുതിയ രീതിയിലും ഭാവത്തിലുമെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് എന്ത് സമീപനമായിരുന്നു അവർ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ തബഖാത്ത് മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതുപോലെ ഇൽമുൽ കലാമിനെതിരെ, വിശിഷ്യ അശായിറത്തിനെതിരെ വരുന്ന നിരവധി ആരോപണങ്ങളുണ്ട്. അതിൽ തന്നെ അശ്അരി പണ്ഡിതന്മാര്, അതിൽ ഓരോ വ്യക്തികൾക്ക് എതിരെ വരുന്ന ആരോപണങ്ങളുണ്ട്. അതിന്റെ എല്ലാം കൃത്യമായ മറുപടികൾ നമുക്ക് മനസ്സിലാക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഈ തബഖാത്തുൽ അശായിറ മനസ്സിലാക്കുക എന്ന്. അപ്പൊ അതിന് പ്രധാനമായിട്ടും 2 ഗ്രന്ഥമാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ഒന്ന്, ഇമാം ഇബ്നു അസാക്കിർ റഹിമഹുല്ല അവരുടെ തബീയുനു കദീബിൽ മുഫ്തരി ഫീമാ നസബ ഇലൽ ഇമാമിൽ അശ്അരി എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം എന്നാൽ അതിനെക്കുറിച്ച് അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു. ആ ഗ്രന്ഥം വായിക്കാത്ത വ്യക്തി, അത് സ്വന്തമായിട്ട് മുതാല ചെയ്യാത്ത വ്യക്തി സുന്നിയാണെന്ന് അവനെ കുറിച്ച് പറയാൻ പറ്റൂല. അഹ്ലു സുന്നത്തിന്റെ വിശ്വാസങ്ങളിൽ കൃത്യമായ അവബോധമില്ലാത്ത, ഉൾക്കാഴ്ചയില്ലാത്ത ആളായിരിക്കും അത് വായിക്കാത്ത, ഈ തബീയുനു കദീബിൽ മുഫ്തരി വായിക്കാത്ത ആളുകൾ എന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ പലരും പറഞ്ഞതായിട്ട് അയിമ്മത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം സുബിക്കി റഹിമഹുല്ലയുടെ, ഇബ്നു സുബിക്കി റഹിമഹുല്ലയുടെ തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്രായിൽ അങ്ങനെ ഒരു പരാമർശം കാണാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തബഖാത്ത് മനസ്സിലാക്കാൻ അതോടുകൂടെ അശ്അരിയത്തിന്, അശായിറത്തിന്, ഇൽമുൽ കലാമിനെ, മുത്തകല്ലിമുകളെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പൊ ഒന്ന് അതാണ്. രണ്ടാമതായിട്ട് അൽ ബുദൂർ സാഹിറ
ഫി തബഖാത്തിൽ അശായിറ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം. അതിലും വ്യത്യസ്തമായ തബക്കകൾ പറയുന്നുണ്ട്. അത് വളരെ പിൽക്കാലത്ത് വന്ന ഒരാള് എഴുതിയതാണ്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് ഒരുപാട് വർഷം മുന്നേയുള്ള, നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള മഹാനാണ്. അപ്പോ ഇബ്നു അസാക്കിർ റഹിമഹുല്ലയുടെ കിതാബില് അധികം കാലം ഉള്ള ചരിത്രങ്ങൾ ഉണ്ടാകൂല. അവരുടെ കാലം വരെ, അവരുടെ തൊട്ട് മുന്നുള്ള കാലം വരെ ഉള്ളൂ. ഗസാലി ഇമാമ് ഏകദേശം അവിടെ അവസാനിക്കും. റാസി ഇമാമിന്റെ കാലം ഒന്നും അതിൽ പരാമർശിക്കുന്നില്ല. അതേസമയം ഈ രണ്ടാമത് പറഞ്ഞ അൽ ബുദൂർ സാഹിറ എന്ന് പറയുന്ന ഗ്രന്ഥമാകുമ്പോ അതില് പിൽക്കാലത്ത് വന്ന മുത്തക്കല്ലിമുകളെയും ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടും നമുക്ക് അവലംബ യോഗ്യമായ നല്ല രണ്ട് കിതാബുകളാണ്. അതിൽ ഒന്നാമത്തത് പ്രിന്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ കിട്ടുന്നർത്ഥം. രണ്ടും പ്രിന്റഡ് തന്നെയാണ്. അതിന് ഒരുപാട് കാലം തബീനുൽ കദിബിൽ മുഫ്തരിയുടെ നല്ല കോപ്പികൾ ഇല്ലായിരുന്നു. പഴയ രീതിയിലുള്ള എഴുത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ദാറു തഖ്വ അത് പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. തബീനുൽ കദിബിൽ മുഫ്തരി നല്ല കിതാബ്. അതിന് അനസ് മുഹമ്മദ് അദ്നാൻ അഷ്റഫാവി അവരുടെ താലീഖുമുണ്ട്. അവരുടെ താലീഖുകൾ വളരെ നല്ല താലീഖാണ്. വ്യത്യസ്ത കിതാബുകൾ നോക്കിയിട്ട് ഇബ്നു അസാക്കിർ റഹിമഹുള്ളയുടെ തന്നെ മറ്റ് കിതാബുകൾ, അതുപോലെ ഇതേ വിഷയത്തിൽ എഴുതപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ട് എഴുതിയ കിതാബാണ്. അവര് താലീഖ് എഴുതിയിട്ടുണ്ട്, നല്ല കിതാബാണ്. ഈ തബഖാത്ത് അതിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ ഇത് അറിയുന്നത് എന്നതിന്റെ ഒരു ഗുണം ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. ഫളുലുൽ മുഖ്തദി യദുല്ലു അലാ ഫളിൽ മുഖ്തദാ ബിഹി. ഒരു പണ്ഡിതനെ ശേഷം വരുന്ന ആളുകൾ അനുധാവനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അനുധാവനം ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ആളുകൾ, അവരുടെ പ്രാധാന്യം, അവരുടെ വെയിറ്റ് അറിഞ്ഞാൽ ആ അനുധാവനം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫളുലുൽ മുഖ്തദി യദുല്ലു അലാ ഫളിൽ മുഖ്തദാ ബിഹി എന്ന് ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് ഈ തബഖാത്ത് എണ്ണുന്നതിന്റെ തുടക്കത്തിൽ പറയുന്നത് കാണാം. അത് തന്നെയാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ മുഹീദ്ദീൻമാരിൽ പറയാറുണ്ടല്ലോ, അമീറന്മാരുടെ വണ്ണവും അറിഞ്ഞാല് സുൽത്താൻമാർ പോലീസ് അറിയുമെന്ന്. അപ്പൊ ഈ തബഖാത്തിൽ നമ്മൾ എല്ലാവരെയും പറയുന്നില്ല, അത് വളരെ പ്രയാസമാണ് എല്ലാ പണ്ഡിതന്മാരെയും പറയുക എന്നത്. അപ്പോ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള വ്യക്തികളെ, പണ്ഡിതന്മാരെയാണ്. ഒന്ന് പ്രശസ്തരായ പണ്ഡിതന്മാര്, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കണ്ട് പരിചയിച്ച, ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പരിചയിച്ച പണ്ഡിതന്മാര്. മറ്റൊന്ന് പ്രശസ്തരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ തബഖാത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, അത്തരം വ്യക്തികൾ. ഈ രണ്ട് രീതിയിലുള്ള പണ്ഡിതന്മാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത് ഇമാം അശ്അരി റഹിമഹുല്ലാഹ് തന്നെയാണ്. അശ്അരി ഇമാമിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ശൈഖുന സുൽത്താനുൽ ഉലമ തന്നെ അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹയെ കുറിച്ച് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അശ്അരി ഇമാമിനെ കുറിച്ച് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, അശ്അരി ഇമാമിന്റെ ജീവിതത്തിൽ 3 കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു എഴുത്തിസാലിന്റെ കാലഘട്ടം, രണ്ടാമത്തത് അശ്അരിയായിട്ട് ഇന്ന് നിങ്ങളൊക്കെ പറയുന്ന അശ്അരി ത്വരീഖത്ത്, ആ രീതിയിലുള്ള ഒരു കാലഘട്ടം, മൂന്നാമതൊരു കാലഘട്ടം കൂടെ അശ്അരി ഇമാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള അശ്അരി ഇമാമ്. അത് ഇങ്ങനെ തഅ്വീല് ചെയ്യാത്ത, ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ളാഹിറുകൾ അപ്പകടി സ്വീകരിക്കുന്ന സലഫിന്റെ ത്വരീഖിലുള്ള അശ്അരി ഇമാമാണ് എന്ന് ഇവിടെയുള്ള വഹാബികള് പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറുപടി നമുക്ക് അശ്അരി ഇമാമിന്റെ ജീവിതം വായിക്കുമ്പോൾ, തബഖാത്തിലൂടെ ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അശ്അരി ഇമാമിന്റെ ജീവിതകാലത്ത് അങ്ങനെ 3 കാലഘട്ടം കഴിഞ്ഞതായിട്ട് ഒരു ഇമാമും രേഖപ്പെടുത്തിയിട്ടില്ല. അശ്അരി ഇമാമിന്റെ ജീവചരിത്രം നിരവധി ഗ്രന്ഥങ്ങളിലുണ്ട്. അതിലൊന്നും ഈ 3 കാലഘട്ടമല്ല. ഒന്ന് എഴുത്തിസാലിന്റെ കാലഘട്ടമുണ്ട്, മറ്റൊന്ന് അഹ്ലുസുന്നയുടെ വക്താവായിട്ട് നമ്മൾ ഇന്ന് അനുധാവനം ചെയ്യുന്ന അശ്അരി ത്വരീഖത്ത്, അതിന്റെ ഫൗണ്ടറായിട്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ഇതല്ലാത്ത വേറൊരു കാലഘട്ടം അശ്അരി ഇമാമിന്റെ ജീവിതത്തിലില്ല. അപ്പോ
അശ്അരി ഇമാമ് ഈ അശായിറത്തിന്റെ, നിങ്ങൾ ഇന്ന് പറയുന്ന അശായിറത്തിൻ ആ ത്വരീഖിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, നിങ്ങളുടെ നേതാവ് തന്നെ എന്ന് പറയുന്ന വാദത്തിന് പ്രസക്തിയില്ല. അത് നമുക്ക് അശ്അരി ഇമാമിന്റെ ജീവിതം വായിക്കുമ്പോൾ മനസ്സിലാകും. മറ്റൊരു ആരോപണമാണ് അശ്അരി ഇമാമിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത്, അശ്അരി ഇമാമിന് ഒരു ഉസ്താദില്ല, ഉസ്താദില്ലാത്ത ആളുകളിൽ നിന്ന് അറിവ് പഠിക്കാൻ പാടില്ല. ഇമാം നവവി റഹിമഹുള്ള അവരുടെ ശറഹുൽ മുഹദ്ദബിന്റെ മജ്മൂഇന്റെ ആമുഖത്തിൽ മുഖവുരയിൽ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദില്ലാത്ത ആളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് അറിവ് പഠിച്ച വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് ഈ അറിവ് പഠിക്കരുത്, അദ്ദേഹത്തിന്റെ ശരികളെക്കാൾ തെറ്റുകളായിരിക്കും കൂടുതൽ എന്ന് നവവി ഇമാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും ഈ ഒരു ആശയമുണ്ട്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. ഈ അറിവെന്ന് പറയുന്നത് തഫ്സീർ, ഹദീസ്, അഖീദ, തസവുഫ്, ഇതൊക്കെ നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ ആരിൽ നിന്നാണോ ദീന് സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം, എന്നിട്ടേ അവരിൽ നിന്ന് അറിവ് പഠിക്കാവൂ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അതുള്ള ആളല്ല അശ്അരി ഇമാമ്. അശ്അരി ഇമാമിന് ഒരു ഉസ്താദ് ഇല്ല. അതിനുള്ള കാരണം അവർ പറയാറുള്ളത്, ജുബ്ബായി, ആ ജുബ്ബായിയുടെ ശിഷ്യനായിരുന്നു അശ്അരി ഇമാമ്. അശ്അരി ഇമാമ് പിന്നീട് ഒരു വിഷയത്തിൽ ജുബ്ബായിയുമായിട്ട് മുനാവറ, സംവാദം നടത്തുകയും ആ സംവാദത്തിൽ ജുബ്ബായിയെ തറപറ്റിച്ച് പിന്നീട് ഹദീസുകളും ഖുർആനൊക്കെ നോക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നത്ത് സ്ഥാപിച്ചു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ അവര് പറയുന്നത് അശ്അരി ഇമാമിന് ഇതിന്റെ ഇടയിൽ ഒരു ഉസ്താദില്ല. ജുബ്ബായി ആദ്യകാലത്തുള്ള ഉസ്താദാണ്, അയാള് ബിദ്അത്തുകാരനാണല്ലോ. ഒന്നെങ്കിൽ ബിദ്അത്തുകാരനാകണം അശ്അരി ഇമാമിന്റെ ഉസ്താദ്, അല്ലെങ്കിൽ ജുബ്ബായിയുടെ അടുക്കൽ നിന്ന് പോന്നതിന് ശേഷം മറ്റൊരു ഉസ്താദിനെ സ്വീകരിച്ചോളണം. അങ്ങനെ ഉസ്താദിനെ സ്വീകരിച്ചിട്ടില്ല, സ്വന്തമായിട്ട് ഗവേഷണം നടത്തിയതാണ് എന്നാണ് അവരുടെ ആരോപണം. എന്നാൽ അശ്അരി ഇമാമിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അശ്അരി ഇമാമ് സ്വയം വായിച്ചു പഠിച്ചതല്ല. ജുബ്ബായിയുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ ശേഷം വേറെ ഉസ്താദിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിരവധി ഉസ്താദുമാരുണ്ട്. വളരെ പ്രശസ്തനായ ഒരു ഉസ്താദാണ് ഇബ്നു സുറൈജ് റഹിമഹുല്ല. ഇബ്നു സുറൈജ് റഹിമഹുല്ല എന്ന് പറയുന്നത് ഷാഫി ഫിഖഹിൽ അല്പമെങ്കിലും ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയുമല്ലോ ഇബ്നു സുറൈജ് റഹിമഹുല്ലയുടെ പ്രസക്തി എന്താണ് എന്ന്. നമ്മുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ അവരുടെ പേരുകൾ പലപ്പോഴും വരുന്നതാണ്. ആ ഇബ്നു സുറൈജ് റഹിമഹുല്ലയുടെ ശിഷ്യത്വം അശ്അരി ഇമാം നേടിയിട്ടുണ്ട്. ഒരു ഉസ്താദില്ല, അശ്അരി ഇമാമിന്റെ അറിവുകൾക്ക് സാധുതയില്ല, വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്ന ആരോപണവും ശരിയല്ല എന്ന് നമുക്ക് ഇമാമിന്റെ ജീവചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരെ കുറിച്ച്, പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം. അതില് അത്തബഖത്തുൽ ഊല, ഒന്നാം തബക്കയായിട്ട് നമ്മൾ പറയുന്നത് അശ്അരി ഇമാമിൽ നിന്ന് നേരിട്ട് അറിവ് പഠിച്ച വ്യക്തികൾ. അതുപോലെ അശ്അരി ഇമാമിൽ നിന്ന് ഒരുപാട് കാലം ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അവരുടെ അതേ അഭിപ്രായങ്ങൾ ഏറ്റുപിടിച്ച പണ്ഡിതന്മാര്, അവരെ കുറിച്ചാണ്. അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടത് 4 ആളുകളാണ്. ഒന്ന് ഇബ്നു മുജാഹിദ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ, അവരാണ് ബാഖില്ലാൻ ഇമാമിന്റെ ഒക്കെ ഉസ്താദ്. 2 അബുൽ ഹസനുൽ ബാഹിലി. 3 ബുന്ദാർ ബിൻ ഹുസൈൻ അസൂഫി. 4 അബുൽ ഹസനു ത്വബരി. അശ്അരി ഇമാമിന് നിരവധി ശിഷ്യന്മാരുണ്ടെങ്കിലും അനേകം പണ്ഡിതന്മാർ അശ്അരി ഇമാമിനെ സന്ദർശിച്ചിട്ടുണ്ട്, അവരിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്, അവരുടെ ആദർശം, അവരുടെ ശൈലി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട 4 ആളുകൾ ഇവരാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടവരാണ് അബുൽ ഹസനുൽ ബാഹിലി. ഈ അബുൽ ഹസനുൽ ബാഹിലി ഇവരാണ് അശ്അരി ഇമാമിന്റെ അറിവിനെ പിൽക്കാലത്തേക്ക് എത്തിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാള്. അവരുടെ ശിഷ്യന്മാരെ തന്നെ നോക്കിയാൽ അത് കാണാം. ഈ അബുൽ ഹസനുൽ ബാഹിലിൽ നിന്ന് അറിവ് പഠിച്ചവരാണ് അബു ഇസ്ഹാഖ് ഷിറാസി. അബു ഇസ്ഹാഖ് ഷിറാസിയുടെ വലിപ്പവും മഹിമയും നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഫിഖ്ഹിൽ അവർക്കുള്ള സ്ഥാനം എത്രയാണെന്ന് ശാഫി മദ്ഹബിൽ അറിവുള്ളവർക്കറിയാം. 2 ഇബ്നു ഫൂറഖ് റഹിമഹുല്ല. 3 ബാഖില്ലാനി.
ഈ 3 ശിഷ്യന്മാര് അബുൽ ഹസനുൽ ബാഹിരിയിൽ നിന്നാണ് ഇൽമുൽ കലാം പഠിക്കുന്നത്. അബുൽ ഹസനുൽ ബാഹിരി അവരുടെ ദർസ് എന്ന് പറഞ്ഞാല് സാധാരണ പോലെയല്ല, അവർ വലിയ സൂഫിയാണ്. വലിയ സൂഫി എന്ന് പറഞ്ഞാല് ഈ ബാക്കില്ലാനി ഇമാം പറയുന്നുണ്ട്, ഉസ്താദ് ക്ലാസ്സിലേക്ക് അങ്ങ് കയറിയാൽ അതിലങ്ങ് വ്യാപൃതനായാൽ എവിടെ എത്തി എന്ന് ഉസ്താദിന് അറിയില്ല. ഒരു ഹാലങ്ങ് വരലാണ്, പലപ്പോഴും ഹാലിലായിരിക്കും ഉസ്താദ്. എന്നല്ല, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാറുള്ളത്, ദർസ് എടുക്കാറുള്ളത് ഞങ്ങളെ മുഖത്ത് നോക്കൂല ഉസ്താദ്. ഉസ്താദ് ഒരു മറക്ക് അപ്പുറത്തിരിക്കും. എന്നിട്ട് ബാക്കില്ലാനി ഇമാം, അതുപോലെ ഇബ്നു ഫൂറഖ് റഹിമഹുല്ല, അബു ഇസ്ഹാഖ് ഷിറാസി, ഇവരൊക്കെ മറക്ക് ഇപ്പുറത്തായിരിക്കുക. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ചോദിച്ചു, എന്താ ഉസ്താദെ ഞങ്ങളെ കണ്ടാല് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളെ നോക്കിക്കൂടെ, ഞങ്ങളെ കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് അബുൽ ഹസനുൽ ബാഹിലി റഹിമഹുല്ല അവർ കൊടുത്ത മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. നിങ്ങള് അങ്ങാടികളിലൊക്കെ പോകുന്ന ആളുകളാണ്, അഹ്ലു സൂക്കത്തിനെ കാണുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങാടി പിള്ളേരെ, അങ്ങാടി പയ്യന്മാരെ കാണുന്ന ആളുകളാണ്. ഈ അങ്ങാടി പിള്ളേർ എന്നൊക്കെ പറഞ്ഞാല് അഹ്ലുൽ ഗഫ്ല, ഗഫലത്തിന്റെ ആളുകളാണ്. ഗഫലത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാല് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊന്നുമല്ല. അവര് പലപ്പോഴും ഹറാമും കറാഹത്തും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ആ നോക്കുന്ന അവരെ കണ്ട കണ്ണുകൊണ്ട് എന്നെ നിങ്ങൾ നോക്കിയാല് എന്റെ ആത്മീയതയില് അത് വിള്ളലുണ്ടാക്കും, അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ അഹ്ലു സൂഖത്തിനെ, അഹ്ലുൽ ഗഫലത്തിനെ നോക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ദർസ് എടുക്കുന്നത് എന്ന് അബുൽ ഹസനുൽ ബാഹിലി പറഞ്ഞത് കാണാം. അത്രയും വലിയ സൂഫിയാണ് അബുൽ ഹസനുൽ ബാഹിലി. അപ്പൊ ഈ അബുൽ ഹസനുൽ ബാഹിലിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇൽമുൽ കലാമിനെതിരെയുള്ള മറ്റൊരു ആരോപണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കും. സൂഫിയത്ത്, തസവൂഫിന്റെ ആളുകള് അവര് ഇൽമുൽ കലാമിനെതിരാണ്. അവർ ഇൽമുൽ കലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവർ ഇൽമുൽ കലാമിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ പഠനത്തെയും അധ്യാപനത്തെയും ആ ശൈലിയെയും അവർ വിമർശിക്കാറുണ്ട് എന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ആരോപണങ്ങളുണ്ട്. അത് ശരിയല്ല. ശരിയല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അശ്അരി ഇമാമിന്റെ ശിഷ്യനായ ഈ അബുൽ ഹസനുൽ ബാഹിലി എന്നവര്. അവരുടെ ചരിത്രം കൂടുതൽ കിതാബുകളിലുണ്ട്, നമ്മൾ ഒരു അല്പം ഭാഗം മാത്രമാണ് പറഞ്ഞത്. വലിയ സൂഫിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൂഫികള് അവരൊക്കെ ഇൽമുൽ കലാമ് അത് ഏറ്റെടുത്തവരാണ്. അവരൊക്കെ വലിയ ശിഷ്യന്മാരെ, ബാക്കില്ലാനി ഇമാമിനെ പോലെ, ഇബ്നു ഫൂറഖ് റഹിമഹുല്ല, അബു ഇസ്ഹാഖ് ഷിറാസി, ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ഇൽമുൽ കലാമ് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാരാണ് ഈ ബാഹിലിയെ പോലെയുള്ള ഇമാമുമാര്. അപ്പൊ സൂഫിയത്ത് ഒരിക്കലും ഇൽമുൽ കലാമിന് എതിരല്ല എന്നതിന്റെ വലിയ ഒരു തെളിവാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ചരിത്രം. ഇനി രണ്ടാമത്തെ ഒരാളാണ് അൽ ഖഫാലു ശാശി. ഖഫാലു ശാശി എന്ന് പറയുന്നത് അൽ ഖഫാൽ എന്ന പേരിലൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട്. ഈ ഖഫാലു ശാശി അവര് അശ്അരി ഇമാമിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. അശ്അരി ഇമാമിൽ നിന്ന് അറിവ് പഠിച്ച, അശ്അരി ഇമാമിനെ കണ്ട അതേ നിലപാടുള്ള വ്യക്തിയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഖഫാലു ശാശി ഇവര് ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസിലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചില ഗ്രന്ഥങ്ങളില്, ആ ഗ്രന്ഥങ്ങളിലൊക്കെ മുഅ്തസിലത്തിന്റെ അഭിപ്രായങ്ങൾ കാണാം. ഇബ്നു അസാക്കിർ റഹിമഹുല്ല ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, ഇവർ ആദ്യകാലത്ത് മുഅ്തസിലിയായിരുന്നു എന്ന്. അതിനെക്കുറിച്ച് സുബ്കി ഇമാം പറയുന്നു, ഇബ്നു സുബ്കി റഹിമഹുല്ല പറയുന്നു, ഇബ്നു അസാക്കിറ പറഞ്ഞത് വലിയ കാര്യമായി പോയി. കാരണം എത്രയോ വിഷയങ്ങൾ ഈ ഖഫാലു ശാശിയുടെ ഗ്രന്ഥം നോക്കിയാല് അതൊന്നും അഹ്ലുസുന്നയുടെ മദ്ഹബിനനുസരിച്ച് റെഡിയാകൂല. എന്നാലോ എത്തിസാല് മുഅ്തസിലത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അതനുസരിച്ച് അത് പെർഫെക്റ്റുമായിരിക്കും. അപ്പൊ എന്താണിത് ഇങ്ങനെ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇബ്നു അസാക്കിർ ഇങ്ങനെ പറഞ്ഞത് കണ്ടപ്പോ, ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഈ ഖഫാലു ശാശി ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസിലിയായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് ലഭിച്ചതോടുകൂടെ ഒരുപാട് വിഷയങ്ങൾക്കുള്ള ഹെല്ലായി, ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഇതോടുകൂടെ അവസാനിച്ചു എന്ന് താജു സുബ്കി റഹിമഹുല്ല പറയുന്നത് കാണാം. ഇതേ വിഷയം ജമ്മുൽ ജവാമിന്റെ അത്താറിലും കാണാം. ഇവര് ഖഫാലു ശാശിയെ കുറിച്ച് പറയുന്നിടത്ത് ആദ്യ കാലഘട്ടത്തിൽ ഖഫാലി ഇമാമ് മുഅ്തസിലിയായിരുന്നു, പിന്നീട്
അഹ്ലുസുന്നയുടെ ഇമാമുകളിൽ നിന്ന് അറിവ് പഠിച്ചവരാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെന്ന്. ഇനി മൂന്നാമത്തെ ഒരു സൂഫിയാണ് അബൂ സഹിൽ അസ്സൊലൂക്കി റഹിമഹുല്ല. അബൂ സഹ്ലിന് സൊലൂക്കി ഇവര് മഹാസൂഫിയാണ്. മഹാസൂഫിയാണെന്ന് പറഞ്ഞാല് ഇമാം കുശൈരി റഹിമഹുല്ല, അബുൽ ഖാസിമുൽ കുശൈരി, അവരുടെ റിസാലത്തുൽ കുശൈരിയ, ആ റിസാലത്തുൽ കുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥം തസവുഫിലെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്. മാസ്റ്റർ പീസ് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയെ പോലെ എന്ന് നമുക്ക് പറയാം. കാരണം സഹീഹുൽ ബുഖാരിയിൽ ഒരു റാവി വന്നിട്ടുണ്ടെങ്കിൽ ആ റാവിയെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. ആ റാവി ലബത്തുള്ള വ്യക്തിയാണോ, അതിലാണോ, സിഖത്താണോ എന്നൊന്നും നമ്മൾ കൂടുതൽ ചെയ്യേണ്ടതില്ല. കാരണം ബുഖാരി ഇമാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ വിഷയം അന്വേഷിച്ച് പഠിച്ച് ഗവേഷണം ചെയ്തിട്ടാണ് ആ റാവിയെ ഉദ്ധരിക്കുക. അപ്പോ ബുഖാരിയുടെ റാവിമാര് അല്ലെങ്കിൽ സഹീഹൈനിയുടെ റാവിമാര് ഇവർക്ക് മറ്റ് റാവികളെക്കാൾ പ്രാധാന്യമുണ്ട്. അതാണ് റിജാലുൽ ബുഖാരി അല്ലെങ്കിൽ റിജാലു സഹീഹൈനി എന്നൊക്കെ പറയും. ഇതുപോലെയാണ് ഈ കുശൈരി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു വ്യക്തിയെ ഉദ്ധരിച്ചാല്, കുശൈരി ഇമാമ് അരിസാലത്തുൽ കുശൈരിയായി എഴുതുന്നത് തസവുഫിന്റെ പേരിൽ ഇല്ലാത്ത ആശയങ്ങള്, യഥാർത്ഥമല്ലാത്ത ശരിയല്ലാത്ത അഖീദ വെച്ച് പുലർത്തിയപ്പോ ഇതല്ല യഥാർത്ഥത്തിലുള്ള തസവുഫ്. യഥാർത്ഥത്തിലുള്ള തസവുഫ് എന്ന് പറയുന്നത് അത് അയിമ്മത്ത് നേരത്തെ കാണിച്ചതാണ്. അവരുടെ വിശ്വാസം തന്നെയാണ്, പുതിയൊരു വിശ്വാസമല്ല സൂഫികളുടേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ്. അപ്പൊ അതില് തസവുഫിന്റെ മശായിഖുമാരായിട്ട് ചില ആളുകളെ കുശൈരി ഇമാമ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പെട്ട ഒരു പണ്ഡിതനാണ് അബൂ സഹ്ലിന് സൊലൂക്കി റഹിമഹുല്ല. അപ്പോ നേരത്തെ റിജാലുൽ ബുഖാരി എന്നറിയപ്പെടുന്ന പോലെ ഈ മശായിഖ് അവര് റിജാലുൽ കുശൈരിയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു സൂഫി ശരിയാണോ തെറ്റാണോ, അദ്ദേഹം യഥാർത്ഥ സൂഫിയാണോ അല്ലയോ എന്ന് ഒരുപാട് ചിന്തിക്കണം, ഒരു റാവിയെ ചിന്തിക്കുന്നത് പോലെ തന്നെ. എന്നാൽ കുശൈരി ഇമാമ് മശായിഖായി പരിചയപ്പെടുത്തിയ സൂഫിയാണോ, അവിടെ പിന്നെ ചിന്തിക്കേണ്ടതില്ല. ഫഹുവ മിൻ റിജാലിൽ കുശൈരിയ അല്ലെങ്കിൽ റിജാലിൽ കുശൈരി, കുശൈരിയുടെ റിജാലിൽപ്പെട്ട ആളാണ്, പിന്നെ ചിന്തിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു പണ്ഡിതനാണ്, സൂഫിയാണ് അബൂ സഹിൽ അസ്സൗലൂക്കി റഹിമഹുല്ല. അപ്പൊ അവരുടെ വലിപ്പം നമുക്കിപ്പോ മനസ്സിലായി. ഇവരും അശ്അരി ഇമാമിന്റെ ഇതേ റൂട്ടിൽ വന്ന, അതേ ശൈലി സ്വീകരിച്ച, അശ്അരി ഇമാമിന്റെ അറിവുകൾ പിൽക്കാലത്തേക്ക് കൈമാറിയ പണ്ഡിതനാണ്. അപ്പോ അവരും സൂഫി തന്നെയാണ്. അപ്പൊ ഒരിക്കലും സൂഫികള് അല്ലെങ്കിൽ തസവൂഫ് ഇതിനെതിരല്ല, ഈ ഇൽമുൽ കലാമിനെതിരല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ അബൂ സഹ്ലിന് സൗലൂക്കി അവരെ കുറിച്ച് പറയുന്നത് കാണാം. ഇബ്നു അബ്ബാദ് റഹിമഹുല്ല പറയുന്നു, ലാ നറാ മിസ്ലഹു വലാ റആ ഹുവ മിസ്ല നഫ്സിഹി. നമ്മൾ മൂപ്പരെ പോലെ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല, അദ്ദേഹവും കണ്ടിട്ടില്ല അദ്ദേഹത്തോട് കിടപിടിക്കുന്ന, അദ്ദേഹത്തിനോട് സമാനമായ ഒരാളെ കണ്ടിട്ടില്ല. അത്രയും വലിയ സൂഫിയായിരുന്നു, പണ്ഡിതനായിരുന്നു അബൂ സഹൽ അസ്സൗലൂക്കി റഹിമഹുല്ല. മറ്റൊന്നാണ് അബൂ സൈദിനിൽ മർവസി അശ്ശാഫിഈ റഹിമഹുല്ല. അബൂ സൈദിനിൽ മർവസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇൽമുൽ ഹദീസിൽ കഴിവുള്ള വ്യക്തിയാണെന്ന് പറയാൻ നമ്മൾ കാരണം തസവുഫിന്റെ ആളുകളെ അശായിറത്തിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പൊ ഇൽമുൽ ഹദീസിലെ മുഹദ്ദിസുകൾ അല്ലെങ്കിൽ റാവിമാരായിട്ടുള്ള ആളുകൾ അവരും അശായിറത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അശ്അരിയത്തിന്റെ, അശായിറത്തിന്റെ, അശ്അരി ഇമാമിന്റെ അതേ റൂട്ടിൽ തന്നെയാണ് അവരും സഞ്ചരിച്ചിട്ടുള്ളത്. ഇവര് ഈ അബൂ സൈദിനിൽ മർവസി എന്ന് പറയുന്നത് വലിയ ഫഖീഹാണ്. അതോടുകൂടെ സഹീഹുൽ ബുഖാരിയുടെ റാവിയുമാണ്. സഹീഹുൽ ബുഖാരിയുടെ റാവി എന്ന് പറയുന്നത് ഫതുഹുൽ ബാരി ഒക്കെ നോക്കിയവർക്ക് കാണാം. വസാദൽ കശ്മഹീനിയു വഫിൽ വസാദ അൽ ഫിറബിരി വഫിൽ അസീലി എന്നൊക്കെ പറയുന്നത് കാണാം. ഈ അസീലി, കശ്മഹീനി, അതുപോലെ ഫിറബിരി എന്നൊക്കെ പറയുന്നത് സഹീഹുൽ ബുഖാരിയുടെ വ്യത്യസ്തമായ റിവായത്തുകളാണ്. സഹീഹുൽ ബുഖാരി എല്ലാം ഒരുപോലെയല്ല നമ്മുടെ നാട്ടിലുള്ളത്, ഇന്ന് നമ്മളുടെ കൈകളിലുള്ളത്. അതിൽ ചിലത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ റിവായത്തിൽ വന്ന ചെറിയ മാറ്റങ്ങളാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു റാവിയാണ് അബൂ സൈദിൽ മർവസി. ഇമാം ഫിറബിരിയിൽ നിന്ന് സഹീഹുൽ ബുഖാരി റിവായത്ത് ചെയ്തവരാണ് മർവസി ഇമാം, അബൂ സൈദിൽ മർവസി.
അതുപോലെ അവര് ഹാഫിദുൽ മദ്ഹബാണ്. ഹാഫിദുൽ മദ്ഹബ് എന്ന് പറഞ്ഞാല് വലിയ സ്ഥാനമാണ്. ഇമാം യഹ്യ ബിൻ ഷറഫിൻ നവവി റഹിമഹുല്ല അവരുടെ മജ്മൂന്റെ തുടക്കത്തില് ഇബ്നു സലാഹ് റഹിമഹുല്ലയെ ഉദ്ധരിച്ച് മുജ്തഹിദുകളുടെ കാറ്റഗറി പറയുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായിട്ട് പറയുന്നത് കാണാം, ഹാഫിദുൽ മദ്ഹബ് ആയിരിക്കണം. ഇജ്തിഹാദിന്റെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ ആ കാറ്റഗറികളിൽ ഒരു കാറ്റഗറി ലഭിക്കാനുള്ള, ഒരു പദവി ലഭിക്കാനുള്ള യോഗ്യതയായിട്ടാണ് പറയുന്നത്. ഹാഫിദുൽ തരത്തിലുള്ള ഒരു ഹാഫിദുൽ മദ്ഹബ് ആയിരുന്നു അബൂ സൈദിനുൽ മർവസി. മാത്രല്ല ഇവരിൽ നിന്നാണ് അബൂബക്കറിൽ കഫാൽ അൽ മർവസി. അബൂബക്കറിൽ കഫാൽ റഹിമഹുല്ലാഹ് ഇവരുടെ ശിഷ്യനാണ്. രണ്ട് കഫാലുമാരാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന് കഫാലുൽ കബീർ, മറ്റൊന്ന് കഫാലുൽ സഗീർ. അപ്പൊ അബൂബക്കറുൽ കഫാല് ഈ അബൂ സൈദിനുൽ മർവസിയുടെ ശിഷ്യനായിരുന്നു. ഇത്രയും വലിയ പണ്ഡിതന്മാരെ അശായറത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് അബൂ അബ്ദില്ലാഹി ബിൻ ഹഫീഫ് അസ്സൂഫി. ഈ അബൂ അബ്ദില്ലാഹി ബിൻ ഹഫീഫ് അസ്സൂഫി അവരും വലിയ സൂഫിയാണ്. അവര് അശായറത്തിന്റെ ത്വരീഖ് സ്വീകരിച്ചവരാണ് എന്നതിലുപരിയായിട്ട് ആ വിഷയത്തിൽ ഗ്രന്ഥരചന പോലും നടത്തിയവരാണ്. അവർക്ക് ഇൽമുൽ കലാമിലെ ഗ്രന്ഥങ്ങളുണ്ട്. അൽ ഫുസൂൽ ഫിൽ ഉസൂൽ പോലുള്ള ഗ്രന്ഥങ്ങൾ അവർക്കുണ്ട്. അതുപോലെ ഇവര് സൂഫി ആയതിന്റെ ശേഷവും അറിവ് പഠിച്ച വ്യക്തിയാണ്. ഈ അബൂ അബ്ദുല്ലാഹി ബിൻ ഹഫീഫ് റഹിമഹുല്ലാ അവരൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ എന്തോ എഴുതുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് എഴുതുന്നത്? അല്ലെങ്കിൽ പോയി നോക്കി. അപ്പൊ അറിവ് ഇൽമ എഴുതി വെക്കുകയാണ്. അപ്പോ അത് കണ്ടിട്ട് ഈ അബൂ അബ്ദുല്ലാഹി ബിൻ ഹഫീഫ് അസ്സൂഫി അവര് പറഞ്ഞു, നിങ്ങൾ അറിവ് പഠിക്കണം, അറിവ് ആവശ്യമുള്ളതാണ്. ഈ സൂഫിയാക്കൾ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കണ്ട. ഈ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലല്ലാത്ത സൂഫിസത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അവർ യഥാർത്ഥത്തിൽ സൂഫികളല്ല. യഥാർത്ഥ സൂഫികളെയും കരിവാരി തേക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സൂഫിസത്തെ തെറ്റായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ. അവര് പറയുന്നത് കേട്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ട, ഞാൻ എന്റെ അനുഭവം തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ആദ്യകാലത്തൊക്കെ സൂഫികളോട് കൂടെ കൂടിയപ്പോ അറിവ് പഠിക്കാൻ പോകുമായിരുന്നു. അറിവ് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞാല് ഞാന് മഷിയും അതുപോലെ പേനയും എന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിലും ജൈബിലും മറ്റൊക്കെ ഇട്ട് ഒളിപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നത്. കാരണം ഇവർ കണ്ടാൽ ഇവർ പരിഹസിക്കും, ഇവർ വിമർശിക്കും അറിവ് പഠിക്കുന്നതിനെ. ഏതായാലും അങ്ങനെ ഞാൻ ഒളിച്ചു പോയി, ഇവരറിയാതെ പോയി അറിവ് പഠിച്ചു. അവസാനം എന്തുണ്ടായി? ഈ സൂഫികൾക്ക് എന്നെ തന്നെ വേണ്ടി വന്നു. ഇവര് എന്നിൽ നിന്ന് തന്നെ അറിവ് പഠിക്കാൻ തുടങ്ങി. അത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ അറിവ് പഠിക്കണം എന്ന് പറയുന്നത് കാണാം. അത് വലിയൊരു കാര്യമാണ്. തസവുഫിനെ നമ്മൾ യഥാർത്ഥത്തിലായിട്ട് മനസ്സിലാക്കാൻ തസവുഫും ഇതും എതിരില്ല. ഇൽമുൽ കലാമും അല്ലെങ്കിൽ മറ്റ് വിജ്ഞാന ശാഖകള് അതിനോടൊന്നും സൂഫികൾക്ക് എതിർപ്പില്ല. അതിനോടൊക്കെ അവർക്ക് നല്ല മനോഭാവം തന്നെയാണുള്ളത്. അതൊക്കെ പഠിക്കേണ്ടതാണ്. അതൊക്കെ ശറഈയായ അറിവുകൾ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ സൂഫിയത്ത് അതിനെ കണ്ടിട്ടുള്ളത്. ഇനി മറ്റു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇബ്നു സംഊൻ റഹിമഹുല്ല. ഇബ്നു സംഊൻ എന്ന് പറയുന്നത് വലിയ സൂഫിയാണ്. അബു അബ്ദുറഹ്മാൻ സുലമി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അബുൽ ഖാസിമുൽ ഖുശൈരി റഹിമഹുല്ലയുടെ ഉസ്താദാണ്. അരിസാലത്തുൽ ഖുശൈരിയായിൽ ഒരുപാട് ഇടങ്ങളിൽ അബു അബ്ദുറഹ്മാൻ സുലമിയെ ഉദ്ധരിക്കുന്നത് കാണാം. അവരിൽ നിന്നാണ് ഒരുപാട് റിവായത്തുകൾ ഖുശൈരിമാം ഉദ്ധരിക്കുന്നത്. ഈ അബു അബ്ദുറഹ്മാൻ സുലമി എന്ന പണ്ഡിതന് തബഖാത്തു സൂഫി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിപ്പോ വാങ്ങാൻ കിട്ടും. ചെറിയ പേജുകളേ ഉള്ളൂ, 200 പേജൊക്കെ ഉള്ളെന്ന് ഓർമ്മ. അത്രയും മുന്നുള്ള ആളല്ല, കുറച്ച് ആളുകളെ തർജ്ജമകളായിട്ടുള്ളൂ. ഈ ഖുശൈരി ഇമാമിന്റെ ഉസ്താദായ തബഖാത്തു സൂഫിയുടെ മുസന്നിഫായ അബു അബ്ദുറഹ്മാൻ സുലമി ഇബ്നു സംഊനെ കുറിച്ച് പറയുന്നത് കാണാം. മിൻ മശായിഖിൽ ബഗ്ദാദി, അവര് ബഗ്ദാദിലെ മശായിഖിന്റെ കൂട്ടത്തിൽ പെട്ട ആളാണ്. മാത്രമല്ല ലിസാനുൽ വഖ്തി, അവരുടെ കാലഘട്ടത്തിൽ അവരാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുക. മറ്റൊരു വിശേഷണമായിട്ട് പറയുന്നു ഇമാമുൽ മുത്തകല്ലിമീന, അവര് മുത്തകല്ലിമുകളുടെ ഇമാമാണ്. സാധാരണ ഒരു മുത്തകല്ലിമാണ്, ഇൽമുൽ കലാമിന്റെ പണ്ഡിതനാണ് എന്നല്ല, അവരുടെ വലിയ നേതാവായിട്ടാണ് ഇബ്നു സംഊൻ റഹിമഹുല്ലയെ പരിചയപ്പെടുത്തുന്നത്. ഇബ്നു സംഊനോ ഒരേ സമയം വലിയ ശൈഖുമാണ്, അതേസമയം മുത്തകല്ലിമുമാണ്.
ഈ സുലമി അബൂ അബ്ദുറഹ്മാൻ സുലമി തന്നെ ഇബ്നു സമൂൻ റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നത് കാണാം. അൽ മുഅബ്ബറു അനിൽ അഹ്വാലി ബി അൽതാഫി ബയാനിൻ, വളരെ ചാരുതയോടുകൂടെ ഇൽമുൽ അഹ്വാല് സൂഫിയത്തിന്റെ അറിവുകൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് ഈ ഇബ്നു സമൂൻ. മഅമായി യുർജഉ ഇലൈഹി മിൻ സിഹ്ഹത്തിൽ ഇഅ്തിഖാദി, വിശ്വാസത്തിന്റെ വിഷയത്തിലും അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാം, അദ്ദേഹത്തോട് മുറാജഅത്ത് ചെയ്യാം. ഒരു വിശ്വാസം അത് ശരിയാണോ അല്ലയോ, ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ തെളിവെന്ത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ വ്യക്തിയാണ് ഇബ്നു സമൂൻ റഹിമഹുള്ള എന്ന് അയിമ്മത്ത് പറയുന്നത് കാണാം. അബൂ അബ്ദുറഹ്മാൻ സുലമി പറയുന്നത് കാണാം. ഇനി രണ്ടാമത്തെ തൊബക്കയിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പൊ അശ്അരി ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ നമ്മൾ പറഞ്ഞു. ഇനി ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിട്ട് വന്ന ആളുകള്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അബുൽ ഹസൻ ബിൻ ദാവൂദുൽ മുഖരി അദ്ദിമസ്കി എന്ന് പറയുന്നത്. ഇവര് ഖിറാഅത്തിന്റെ വലിയ ഇമാമായിരുന്നു. ഖിറാഅത്ത് നമ്മുടെ നാട്ടില് പഠനം കുറവാണെങ്കിലും വിദേശത്തൊക്കെ വ്യത്യസ്തമായ റിവായത്തുകൾ പ്രകാരമുള്ള ഖിറാഅത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവ ഖിറാഅത്തിന്റെ ഇമാമുമാര് ഇവര് വന്തഹത്തിൽ റിആസത്തു ഇലൈഹി ഫി ഖിറാഅത്തി ശാമിയീന, ഷാമി ഖിറാഅത്ത്, ഷാമികളുടെ ഖിറാഅത്ത് അതിന്റെ നേതൃത്വം ഇവരിലായിരുന്നു എന്നാണ്. അതിന്റെ വലിയ വക്താവായിട്ട് അറിയപ്പെട്ട ആളാണ് ഈ അബുൽ ഹസൻ ബിൻ ദാവൂദ് അദ്ദിമസ്കി എന്ന് പറയുന്ന പണ്ഡിതന്. അപ്പൊ അത്തരത്തിലുള്ള ഖിറാഅത്തിന്റെ ഉലമാവും മശായിഖിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു ചരിത്രത്തിൽ കാണാം, ദാരിയ എന്ന പ്രദേശത്തായിരുന്നു ഇവരുണ്ടായിരുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതിയാവും, വളരെ പ്രധാനപ്പെട്ടതല്ല. ഈ 414 പേജില് തബീനു കദീബിൽ മുഫ്തരിയുടെ 414 പേജിൽ അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഇമാം ബാഖില്ലാനി റഹിമഹുല്ല. അൽ ഖാദി അബൂബക്കർ ബിൻ അത്വയ്യിബ് ബിൻ അൽ ബാഖില്ലാനി അൽ ബസരി. ബാഖില്ലാനി ഇമാം എന്ന് നമ്മൾ വളരെ ചെറുതാക്കി പറയും, ഇഖ്തിസാർ ചെയ്ത് പറയും. ഇവര് പ്രധാനപ്പെട്ട ഒരു നായികക്കല്ലാണ് അശായിറത്തില്. ബാഖില്ലാനി ഇമാമിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്വതന്ത്രമായ ചിന്തയാണ്, ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഒതുങ്ങിക്കൊണ്ടെന്നുള്ള ചിന്തയല്ല. ഉദാഹരണത്തിന് മാലിക്കി മദ്ഹബുകാരനാണ് ഫിഖ്ഹില് ഈ പറയുന്ന ബാഖില്ലാനി ഇമാം, എങ്കിൽ പോലും മാലിക്കി മദ്ഹബിന്റെ ചില ഉസൂലുൽ ഫിഖ്ഹിലെ നിലപാടുകളെ ബാഖില്ലാനി ഇമാം വിമർശിച്ചിട്ടുണ്ട്. അത് പൊതുവെ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു ശൈലിയാണ്, മദ്ഹബ് ഉണ്ടാവുകയില്ല ഉസൂലിയീന് എന്നത്. അത് കൂടുതൽ മികച്ചു നിന്നവരായിരുന്നു, ആ ഒരു വിശേഷണം കൂടുതൽ പ്രകടമാക്കിയവരായിരുന്നു ബാഖില്ലാനി ഇമാം. ബാഖില്ലാനി ഇമാം റാഫിളത്ത്, മുഅ്തസിലത്ത്, ജഹമിയത്ത്, ഖവാരിജ് ഇങ്ങനെയുള്ള എല്ലാവർക്കും മറുപടി പറയുക, ഇവരെയെല്ലാം ഒരിടത്ത് ഇരുത്തുക, ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. മുനാവറ, സംവാദങ്ങളിൽ വളരെ സജീവമായിരുന്നു. ബാഖില്ലാനി ഇമാമിന്റെ സംവാദങ്ങൾ ഇപ്പോ പ്രിന്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ PDF-കളൊക്കെ കിട്ടും. അവിടെ സംവാദങ്ങൾ എന്ന് പറയുന്നത് കുറിക്ക് കൊള്ളുന്ന മറുപടി ആയിരിക്കും ബാഖില്ലാനി ഇമാമിന്റെ. ഒരിക്കല് ബാഖില്ലാനി ഇമാം ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയി. ഇബ്നുൽ മുഅല്ലം അല്ലെങ്കിൽ ഇബ്നുൽ മുഅല്ലം എന്ന് പറയുന്ന റാഫിളത്ത് അവരുടെ നേതാവുണ്ട്. ആ നേതാവിന്റെ അടുത്തേക്ക്, അദ്ദേഹമുള്ള ഒരു സദസ്സിലേക്ക് ബാഖില്ലാനി ഇമാം ഇങ്ങനെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഖദ് ജാഅക്കും ശൈത്താനു, ഷെയ്ത്താൻ ഇതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ബാഖില്ലാനി ഇമാമിനെ കുറിച്ച്. അപ്പോ ഇത് കേട്ടു ബാഖില്ലാനി ഇമാം. അങ്ങനെ ബാഖില്ലാനി ഇമാം സദസ്സിൽ വന്നിട്ട് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഇബ്നുൽ മുഅല്ലം എന്ന് പറയുന്ന ആളിനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്നാ അർസൽന ശയാതീന അലൽ കാഫിരീന തഉസുഹും അസ്സ, കാഫിറുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശൈത്താന്മാരെ നമ്മൾ അയക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ
ഞാൻ ശൈത്താനാണെങ്കിൽ നിങ്ങൾ കുഫാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതേ ഉരുളക്കുപ്പേരി എന്ന് നമ്മൾ പറയുമല്ലോ, അതേ രീതിയിലുള്ള മറുപടികളായിരുന്നു പലതും ബാക്കില്ലാനി ഇമാമിൻ്റെത്. ബാക്കില്ലാനി ഇമാമിന്റെ വേറൊരു സംഭവത്തിൽ കാണാം, ഒരു രാജാവിന്റെ അടുക്കൽ ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കില്ലാനി ഇമാം അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിച്ചു ഈ പുരോഹിതനോട്, എങ്ങനെയുണ്ട്, ഭാര്യക്കും മക്കൾക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അവിടെയുള്ള ആളുകള്, രാജാവാണെന്ന് തോന്നുന്നു, അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവർക്ക് മക്കൾ ഉണ്ടാകൂല, ഇവര് വിവാഹം കഴിക്കൂല, ഇവർ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യൂല എന്ന് നിങ്ങൾക്ക് അറിയൂലേ? അപ്പോ ബാക്കില്ലാനി ഇമാം തിരിച്ചു ചോദിച്ചു, ഓ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റൂല എങ്കിൽ യേശുവിന്, ദൈവത്തിന് ഇതൊക്കെ പറ്റും, നിങ്ങൾക്കിത് മോശമാണ്, ദൈവത്തിന് ഇത് മോശമില്ലല്ലേ എന്ന് ബാക്കില്ലാനി ഇമാം തിരിച്ചു ചോദിച്ചു. അതുപോലെ മറ്റൊരു സംഭവത്തില് ആയിഷ ബീവിയെ വളരെ മോശമാക്കിക്കൊണ്ട് ഇത്തരം മതസ്ഥർ സംസാരിച്ചു. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം വന്നിരുന്നല്ലോ. അതിനെക്കുറിച്ച് ബാക്കില്ലാനി ഇമാമിന്റെ മുന്നിൽ അവർ ചർച്ചയിട്ടു. അപ്പൊ ബാക്കില്ലാനി ഇമാം അതിന് നല്ല മറുപടിയാ പറഞ്ഞത്. ബാക്കില്ലാനി ഇമാം പറഞ്ഞു, അതെ, രണ്ടാളുകള്, ഒന്ന് സൗജു നബിയിക്കും, അത് മറിയം ബീവി, മറ്റൊന്ന് സൗജു നബിയിന അല്ല, സോറി, അങ്ങനെയല്ല, ഒന്ന് മറിയം ബീവിയെ കുറിച്ച്, മറ്റൊന്ന് സൗജു നബിയിന, നമ്മുടെ നബിയുടെ ഭാര്യയായ ഉമ്മഹത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ കുറിച്ച്. അവരുടെ രണ്ട് ആളുടെ വിഷയത്തിലും എന്തൊക്കെയോ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യങ്ങൾ ഓർക്കണം, ആയിഷ ബീവിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല കേട്ടോ, മറിയം ബീവിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന്. എന്നിട്ട് അത് നല്ലൊരു മറുപടി, അതിന് പിന്നെ അവർക്കൊന്നും പറയാനില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, രണ്ടാളുകളെയും ഖുർആന് ബരിയാക്കിയിട്ടുണ്ട്, രണ്ടാളും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഖുർആന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല, മറിയം ബീവിക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളൂ എന്ന്. ഇങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ശൈലി, ബാക്കില്ലാനി ഇമാമിന്റെ ശൈലി. ബാക്കില്ലാനി ഇമാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇൽമുൽ കലാമിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും വളരെ വിശദീകരണം കൂടിയിരിക്കും. നമുക്ക് തന്നെ തോന്നും, എന്തിനാ ഇങ്ങനത്തെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പൊ അതിന്റെ ഒരു മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാനൽ ഖാളി അബൂബക്കർ അൽ അശ്അരി യഹുമ്മു ബിഅൻ യഫ്തസിറ മാ യുസന്നിഫുഹു ഫലാ യഖ്ദിറു അലാ ദാലിക ലിസഅത്തി ഇൽമിഹി വകസറത്തി ഹിഫ്ളിഹി. ബാക്കില്ലാനി ഇമാമിന് പലപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഗ്രന്ഥങ്ങളൊക്കെ ചുരുക്കി രചിക്കണം, ഇത്ര വിശാലമാക്കേണ്ടതില്ല എന്ന്. ബാക്കില്ലാനി ഇമാമിന് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ അത് അവർക്കത് കഴിയില്ലായിരുന്നു എന്നാണ്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ലിസഅത്തി ഇൽമിഹി വകസറത്തി ഹിഫ്ളിഹി, അത്രയും വിശാലമായ അറിവുണ്ട്, മാത്രല്ല അതൊക്കെ ഹിഫ്ളുമുണ്ട്. ഇതേ ഒരു വിശദീകരണം തുഹ്ഫ, നമ്മളെ ഫിഖ്ഹിലെ ശാഫിഈ മദ്ഹബിലെ തുഹ്ഫയെ കുറിച്ച് പറയുന്നത്, ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ ചുരുക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ് എന്ന്. ഇനി നമ്മൾ അയിമ്മത്ത്, അവരുടെ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കണം. ആത്മീയത അത് കഴിയുന്നതും പരസ്യമാക്കാതെ രഹസ്യമാക്കി വെക്കാണ് വേണ്ടത്. ഒരു പണ്ഡിതൻ പറയുന്നു, അന്നമാക്കാന യുഗ്മിറുഹുൽ ഖാദിൽ ഇമാം മിനൽ വറഇ വദ്ദിയാനതി വസ്സുഹദി വസ്സിയാനതി അളഅഫു മാ കാന യുദ്ഹിറുഹു. ബാക്കില്ലാനി ഇമാമിൽ നിന്ന് പ്രകടമാകുന്ന സുഹൃത്ത്, മതപരമായ ജീവിതം, അതിന്റെ ഒക്കെ എത്രയോ ഇരട്ടിയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അതിനേക്കാൾ വലിയ സുഹൃത്ത് അവർക്കുണ്ട്, അതിനേക്കാൾ വലിയ മതചിത്ത അവർക്കുണ്ട്. എന്നിട്ടും അത് അവര് മറച്ചു വെച്ചു. ഇതിനെക്കുറിച്ച് ബാക്കില്ലാനി ഇമാമിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാന് ഈ പ്രകടിപ്പിക്കുന്നത് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇത് ഞാന് വൈവല്ലിൽ യഹൂദി ഇന്നമാ ഉദ്ഹിറു മാ ഉദ്ഹിറുഹു വൈവല്ലിൽ യഹൂദി വന്നസാറ വൽ മുഅ്തസിലത്തി വറാഫിളത്തി വൽ മുഖാലിഫീന. അഹ്ലുസുന്നത്തിനോട് എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ, അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ, ഞാന് ഒരു മുത്തകല്ലിമാണ്, അപ്പൊ ഞാൻ നല്ല രീതിയിലുള്ള ജീവിതം കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ എന്നിലേക്ക് വരും. അവർക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം കൂടാണ് ചെയ്യുക, റാഫിളത്തിനും മുഅ്തസിലത്തിനും യഹൂദർക്കും നസാറ മതക്കാർക്കുമൊക്കെ. മാത്രല്ല ഉലമാഉൽ ഹഖിനെ, യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരെ നിസാരവൽക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്ന്. അപ്പൊ നമ്മളെ അയിമ്മത്ത് അവര്
വലിയ സൂഫിസം അവരുടെ ആത്മീയത എല്ലാം പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളിൽ ഇത്തരം ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അത് ചില അയിമത്ത് പറയും, ചിലർ പറയില്ല. അപ്പൊ ആ ഒരു ശൈലി നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കും വരണം എന്നതാണ് ഈ തബഖാത്തുൽ അശായിറ, അത് ഈ അശ്അരി പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു പണ്ഡിതനാണ് അബു അലീൻ ദക്കാഖ്. ഇത് എത്ര വരെ പോകാം? 4 മണി. 4 മണി വരെ. ഓക്കെ. അടുത്തൊരു പണ്ഡിതനാണ് അബു അലീൻ ദക്കാഖ് നൈസാബൂരി. ഇവരെ കുറിച്ച് പറയേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അബുൽ ഖാസിമുൽ കുശൈരി അവരുടെ ഉസ്താദാണ് ഈ അബു അലീൻ ദക്കാഖ്. ഇവര് വലിയ ഇൽമുൽ കലാമിന്റെ പണ്ഡിതനായിരുന്നു എന്നതിലുപരിയായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂഫിയത്ത് തസവുഫിനെതിരല്ല, ഇൽമുൽ കലാമിനെതിരല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവരൊക്കെ ചില ആളുകൾ പറയുന്നൊരു മറുപടിയുണ്ട്, സൂഫിയത്ത് എതിര് തന്നെയാണ്. അവർ ആദ്യ കാലത്ത് മാത്രമേ ഇങ്ങനെ ഇൽമുൽ കലാമ് പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ ഇൽമുൽ കലാമ് പഠിച്ചതല്ല, അവർക്കെല്ലാം ഇൽഹാമായി കിട്ടിയതാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതിനൊരു മറുപടിയാണ് ഇവരുടെ ജീവിതം. അവരെ കുറിച്ച് പറയുന്നത് കാണാം, ലിസാനു വഖതിഹി വ ഇമാമു അസ്രിഹി നൈസാബൂരിയുൽ അസ്ലി വ തഅല്ലമൽ അറബിയ്യത. അത് കഴിഞ്ഞിട്ട് വഹസ്സല ഇൽമുൽ ഉസൂലി, ഇൽമുൽ ഉസൂല് അത് കരസ്ഥമാക്കി എന്നാ പറഞ്ഞ്. കരസ്ഥമാക്കി എന്നാൽ ആർജിച്ചെടുത്തു, അത് പഠിച്ചു മനസ്സിലാക്കിയവരാണ് ഈ അബു അലീൻ ദക്കാഖ് റഹിമഹുല്ല, ഈ കുശൈരി ഇമാമിന്റെ ഉസ്താദ് എന്ന്. അപ്പോ സൂഫികൾക്ക് അവർ പഠിക്കാതെല്ലാം കണ്ട് ഇൽഹാം കിട്ടിയതല്ല, അവർക്ക് ഇൽമുൽ കലാമിന്റെ അറിവുണ്ടെങ്കിൽ പോലും അത് അവർ പഠിച്ചുണ്ടാക്കിയതല്ല എന്ന് പറയുന്ന ഒരു ന്യായം, അതും ശരിയല്ല എന്ന് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവരും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സഹീഹുൽ ബുഖാരിയുടെ റാവിയാണ്. ഇമാം ഫിറബിരിയിൽ നിന്ന് സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ പെട്ടവരാണ് കുശൈരി ഇമാമിന്റെ ഈ ഉസ്താദ്. ഇനി അടുത്തത് വളരെ പ്രശസ്തമായ അൽ ഹാക്കിം അബു അബ്ദുല്ലാഹിബിന് അൽ ബയ്യാൾ എന്നും പറയും. അൽ ബയ്യാൾ അൻ നൈസാബൂരി അൽ ഹാഫിദ്. നമ്മൾ സാധാരണ പറയുന്ന ഇമാം ഹാക്കിം ഉദ്ധരിച്ചു എന്നൊക്കെ പറയല്ലോ, ആ ഹാക്കിം അവരും അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ്. ആ ഒരു തബഖാത്തുൽ അശായിറത്തിൽ വരുന്ന വലിയ മുഹദ്ദിസാണ്. അപ്പോൾ മുഹദ്ദിസുകളും അശായിറത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് അൽ ഉസ്താദ് അബൂബക്കർ ബിൻ ഫൂറഖ് അൽ ഇസ്ഫഹാനി ഇബ്നു ഫൂറഖ് റഹിമഹുല്ല. ഇബ്നു ഫൂറഖ് റഹിമഹുല്ല നേരത്തെ നമ്മൾ ബാഖില്ലാനി കുറിച്ച് പറഞ്ഞതുപോലെ അശായിറത്തിന്, അശ്അരി മദ്ഹബിന്, അശ്അരി ത്വരീഖത്തിന് വലിയ സേവനങ്ങൾ ചെയ്തവരാണ്. അശ്അരി ഇമാമിന്റെ അഭിപ്രായങ്ങളെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് പിൽക്കാലക്കാർക്ക് നൽകുന്നതിൽ വലിയ പങ്ക്, വലിയ റോള് ഈ ഇബ്നു ഫൂറഖ് റഹിമഹുല്ല ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. റയ്യ് എന്ന നാട്ടിൽ, റയ്യ് എന്ന് പറഞ്ഞ റാസി ഇമാമിന്റെ ഒക്കെ നാടാണ്, റയ്യ് എന്ന നാട്ടിലേക്കുള്ള നിസ്ബയാണ് റാസി. റയ്യ് നാട്ടില് ബിദ്അത്ത് വല്ലാതെ അങ്ങ് പരന്നപ്പോ ഭരണാധികാരിയോട് ആളുകൾ ചെന്ന് പറഞ്ഞു, ഇബ്നു ഫൂറഖ് റഹിമഹുല്ലയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മൾ പണ്ട് കാലത്തുണ്ടല്ലോ പതി ഉസ്താദിനൊക്കെ കൊണ്ടുപോകും, അതുപോലെ ഇ.കെ. ഹസൻ മുസ്ലിയാരെ കൊണ്ടുപോകും, നവറല്ലാഹു മർഖദഹുമ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ശൈലി ഇബ്നു ഫൂറഖ് റഹിമഹുല്ലയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന്. അങ്ങനെ ഇബ്നു ഫൂറഖ് റഹിമഹുല്ലയെ ആ നാട്ടിൽ കൊണ്ടുപോയി അവിടെ ബിദ്അത്തിനെ അടിച്ചൊതുക്കി. ഇങ്ങനെ ഇൽമുൽ കലാമിന് വലിയ സേവനം ചെയ്തു എന്നതിലുപരി ഇൽമുൽ കലാമിന്റെ യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്ന അതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നാട് വിടാൻ വേണ്ടി പോലും തയ്യാറായവരാണ് ഇബ്നു ഫൂറഖ് റഹിമഹുല്ല. ഇനി അവരെ കുറിച്ച് കൂടുതലായിട്ട് ഈ കിതാബിലുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതിപ്പോ വാങ്ങാൻ കിട്ടുന്ന കിതാബാണ് കേട്ടോ, തബീന് കദീബിൽ മുഫ്തരി. ഈ കിതാബ് പരിചയപ്പെടുത്തുക എന്നത് കൂടെയാണ് നമ്മൾ ഈ സെഷന്റെ മറ്റൊരു ഉദ്ദേശം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അബുൽ ഹസൻ ഇബ്ൻ മാഷാദ അൽ ഇസ്ഫഹാനി റഹിമഹുല്ല. ഇവര് വലിയ മുത്തകല്ലിമായിരുന്നു. അതോടുകൂടെ ഇവരെ ചരിത്രത്തിൽ കാണാം, കാന യുങ്കിറു അല മുശബ്ബിഹത്തി സൂഫിയ, സൂഫികളിലെ മുശബ്ബിഹത്തായ ആളുകള്, അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറയുന്ന മുശബ്ബിഹത്തു സൂഫിയ, അവർ യഥാർത്ഥത്തിലുള്ള സൂഫികളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. സൂഫികളാണെന്നാണ് അവരുടെ വാദം. അത്തരത്തിലുള്ള ആളുകളെ ഇൻകാർ ചെയ്യുന്നവരിൽ പെട്ടവരായിരുന്നു ഈ
നമ്മൾ ഈ പറയുന്ന അബുൽ ഹസൻ ഇബിൻ മാഷാദ അൽ ഇസ്ഫഹാനി എന്ന് പറയുന്ന പണ്ഡിതന്. അപ്പൊ അത്തരം ആളുകള് സൂഫിയത്തിന്റെ ഇടയിലും തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ടാകും എന്നാണ് യഥാർത്ഥ സൂഫികളല്ല പറയുന്നത്. അവരെ ഇൻകാർ ചെയ്യണം, അവരെ ഇൻകാർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് നമ്മളെ മുൻകാലത്തുള്ള അയിമത്ത് അവർ സ്വീകരിച്ച ശൈലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ വരുന്ന ഒരു വാദമാണ് സൂഫികളാണെങ്കിൽ അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടുണ്ട് എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും അവരെ വിമർശിച്ചിട്ടില്ല എന്നൊക്കെ പലരും ഈ അടുത്ത കാലങ്ങളിലായിട്ട്, അടുത്ത ദിവസങ്ങളിലോ ആഴ്ചകളിലോ ഒക്കെ ആയിട്ട് പറയുന്നതും എഴുതുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന് ഒരു മറുപടിയാണ് ഈ പറയുന്ന അബുൽ ഹസൻ ബിൻ മാഷാദ അൽ ഇസ്ഫഹാനി റഹിമഹുള്ളയുടെ ചരിത്രം. ഇനി അബു ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുള്ള, അവരും അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരിൽ പെട്ട പണ്ഡിതനാണ്. ഇവരിൽ നിന്നാണ് നൈസാബൂറിലെ മിക്ക പണ്ഡിതന്മാരും ഇൽമുൽ കലാം പഠിച്ചത്, ഈ ഷിറാസി ഇമാമിൽ നിന്ന്. ബാക്കില്ലാനി ഇമാമൻ, ഇബ്നു ഫുറഖ് റഹിമഹുള്ള, ഇസ്ഫറായിനി ഇമാമി, ഇവർ മൂന്നാളുകളും ഒരു കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരെ കുറിച്ച് പറയുന്നത് കാണാം. ഇബ്നുൽ ബാക്കില്ലാനി ബഹ്റും മുഹരിഖ്, ബാക്കില്ലാനി ഇമാം എന്ന് പറയുന്നത് ബഹ്റും മുഹരിഖാണ്. ഇബ്നു ഫുറഖ് സില്ലും മുദരിഖ്, വൽ ഇസ്ഫറായിനിയു നാറും തുഹറഖ്, അല്ലെങ്കിൽ നാറും തുഹരിഖ് എന്ന്, നാറും തുഹരിഖ് തുളക്കുന്ന തീ എന്ന്. ഇനി അടുത്തത് അബൂ നുഐം അൽ ഇസ്ഫഹാനി, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും കിതാബുകളിൽ. ഹില്യത്തുൽ ഔലിയായിൽ അബൂ നുഐം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ അബൂ നുഐം അൽ ഇസ്ഫഹാനി അവരും അശായറത്തിൽപ്പെട്ട വ്യക്തിയാണ്. അശ്അരി ഇമാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട വ്യക്തിയാണ് അബൂ നുഐം അൽ ഇസ്ഫഹാനി. മുഹദ്ദിസുകളായ ആളുകള് ഹില്യത്തുൽ ഔലിയ വ തബഖാത്തുൽ അസ്ഫിയ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം ആളുകളും മുഹദ്ദിസുകളും ഈ അശായറത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അശായറത്തിന്റെ രീതിയിലൂടെ അവരും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന്. ഇനി തബഖാത്തു അശായറത്തിന്റെ മൂന്നാമത്തെ ഒരു ഘട്ടം, തബഖത്തു സാലിസ, ഇതില് ഇവരുടെ ശിഷ്യന്മാരാണ് വരിക. സമയം 52. അതിൽ പെട്ടതാണ് അബുൽ ഹസൻ അസുക്കരി അൽ ബഗ്ദാദി ഷായിറു, ഒരു കവിയാണ്. കവി എന്ന് പറഞ്ഞ വെറും കവിയല്ല, വലിയ പണ്ഡിതനാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റാഫിദത്ത് ശിയത്തിനെതിരെ കവിത എഴുതിയിട്ട് മറുപടി പറയുന്ന ശൈലിയായിരുന്നു ഇവരുടേത്. ഈ ഒരു ശൈലി ഇന്ന് നമ്മളിൽ കുറവാണ്. അത് നെല്ലിക്കുത്തുസ്താദ് അത്തരത്തിലുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഒരു തൗഹീദ്, എന്താണ് എന്റെ പേര് ഞാൻ മറന്നുപോയി. കവിതയിലൂടെ മുഖാലിഫുകൾക്ക്, അഹ്ലുസുന്നയെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറയുക എന്നത് അത് വലിയ അസറുണ്ടാക്കുന്ന കാര്യമാണ്. നെളുമ് അതിനേക്കാൾ നെസുർ ഗദ്യം അതിനേക്കാൾ പ്രതിഫലനം സൃഷ്ടിക്കുന്നതാണ് നെളുമ്, ഷിഅർ. അപ്പൊ അത്രയും കാര്യങ്ങളും നമ്മൾ അയിമ്മത്ത് ഇൽമുൽ കലാമിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തൊരു പണ്ഡിതനെ നമ്മൾ പരിചയപ്പെടാനുള്ളത് അൽ ഉസ്താദ് അബൂ മൻസൂർ അൻ നൈസാബൂരി അൽ മഅറൂഫ് ബിൽ ബഗ്ദാദി. അബൂ മൻസൂരിൽ ബഗ്ദാദി എന്ന് പറയുന്ന പണ്ഡിതന്, ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ അബുൽ ഖാസിമുൽ കുശൈരി അവരുടെ ഉസ്താദാണ്. അപ്പൊ അബുൽ ഖാസിമുൽ കുശൈരി, ആ കുശൈരി ഇമാമിന്റെ ഉസ്താദ് ആകണമെങ്കിൽ എത്ര വലിയ പവർ വേണ്ടി വരും. അപ്പൊ അവരും അശായിറത്തിന്റെ രീതിയിൽ തന്നെ വന്ന പണ്ഡിതനാണ്. ഇനി വേറൊരു പണ്ഡിതൻ അബൂ ദർ അൽ ഹറവി അൽ ഹാഫിദുൽ ഹറവി എന്ന് പറയുന്ന അബൂ ദർ റഹിമഹുല്ലാ. ഇവര് വലിയ അശ്അരി പണ്ഡിതനാണ്. ഇവർ അശ്അരിയാകാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഒരിക്കൽ ഇവരോട് തന്നെ ചോദിച്ചു. തീരലി അബീദരിനിൽ ഹറവി അന്ത മിൻ ഹറാത്ത്, നിങ്ങൾ ഹറാത്ത് നാട്ടുകാരനാണല്ലോ. ഫമിൻ ഐന തമദ്ഹബത ലി മാലിക്കിൻ വൽ അശ്അരി, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അശ്അരിയും മാലിക്കിയുമായത്? അപ്പൊ അവരിതിന് മറുപടി പറഞ്ഞു, സബബു ദാലിക, അതിനൊരു കാരണമുണ്ട്. അതെന്താ? അന്നി ഖദിംതു ബഗ്ദാദ ലി ത്വലബിൽ ഹദീസി ഫലസിംതു ദാറഖുത്നിയ, ഞാൻ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ബഗ്ദാദിൽ പോയി. അങ്ങനെ ഞാൻ ദാറഖുത്നി ഇമാമിന്റെ അടുക്കൽ ഇരിക്കുകയാണ് പറഞ്ഞാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഫലമ്മ കാന ഫീ ബാദിൽ അയ്യാമി കുന്തു മഅഹു ഫജ്താസ ബിഹി അൽ ഖാദി അബൂബക്കർ ഇബ്നു തയ്യിബ്. ഒരു ദിവസം അതിലൂടെ ബാഖില്ലാനി ഇമാം നടന്നുപോയി. എനിക്ക് ആശ്ചര്യം തോന്നി, എന്തോ ഒരു ബഹുമാനമാണ് ബാഖില്ലാനി ഇമാമിനോട് ഈ ദാറഖുത്നി ഇമാം കാണിക്കുന്നത്. ഫലമ്മ ഫാറഖഹു, അങ്ങനെ ഇവിടുന്ന് ബാഖില്ലാനി ഇമാം പോയപ്പോ ഖുൽതു ലഹു, ഞാൻ ദാറഖുത്നി ഇമാമിനോട് ചോദിച്ചു, അയ്യുഹ ശൈഖുൽ ഇമാമു മൻ ഹാദല്ലദി അൻഹർത മിൻ ഇക്റാമിഹി മാ റഅയ്തു, ആരാണിത്? ഫഖാല, അപ്പൊ ദാറഖുത്നി ഇമാം ചോദിച്ചു, അവമാ താരിഫുഹു, അതാരാന്ന് അറിയില്ലേ? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയൂല അതാരാണ്. ഫഖാല, അപ്പൊ ബാഖില്ലാനി ഇമാമിനെ കുറിച്ച് ഈ ദാറഖുത്നി ഇമാം എന്ന് പറയുന്നത് വലിയ ഹദീസ് പണ്ഡിതനാണ്. അവർ പറയുന്നു, ഹാദാ സൈഫു സുന്ന, ഇത് സുന്നത്തിന്റെ അഹ്ലുസുന്നയുടെ പടവാളാണ്, അബൂബക്കറിനിൽ അശ്അരി എന്ന് അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അശ്അരി ഇമാമിനെ കുറിച്ച് സൈഫു സുന്ന എന്നാണ് പരിചയപ്പെടുത്തിയത്. അതോടുകൂടെ ഫലസിംതുൽ ഖാദിയ മുൻദു ദാലിക വഖതദൈതു ബിഹി ഫി മദ്ഹബിഹി ജമീഅൻ, അങ്ങനെ ആ ബാഖില്ലാനി ഇമാമിനെ ഞാൻ അനുധാവനം ചെയ്തു. ഉസൂലിലും ഫുറൂഇലും പറഞ്ഞാല് അശ്അരി ത്വരീഖത്താണ് അഖീദയില് ബാഖില്ലാനി ഇമാം തുടരുന്നത്, ഫിഖ്ഹില് മാലിക്കി മദ്ഹബും. അപ്പൊ അത് രണ്ടും ഞാൻ സ്വീകരിച്ചു എന്ന്. ഇനിയും നിരവധി പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാനും അവരുടെ ജീവിതത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഇനി വരുന്നേ ഉള്ളൂ. റാസി ഇമാമ്, വസാലി ഇമാമ്, ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് ജുവൈനി ഇമാമ്, ഇവരൊക്കെ അശായിറത്തിൽ വരുന്ന, അതുപോലെ തഫ്താദാനി ഇമാമ്, ഇമാം സനൂസി, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാരുണ്ട്. അവരെ കുറിച്ചൊക്കെ പറയണം, നമ്മൾ പഠിക്കണം. പക്ഷെ ഈ സമയം പരിമിതമാണല്ലോ, അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 2 ഗ്രന്ഥങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ തബീയുൻ കദീബിൽ മുഫ്തരി ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ തഅലീഖില് ഇവരെ കുറിച്ച് കൂടുതൽ എവിടെ ലഭിക്കും എന്നുകൂടെ കൊടുത്തിട്ടുണ്ടാവും. അതുകൂടെ നോക്കിയാൽ നമുക്ക് വളരെ വിശാലമായിട്ട് ഇവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകട്ടെ. നേരത്തെ കഴിഞ്ഞുപോയ സച്ചരിതരായ സാലിഹുകളായ സൂഫിയത്ത്, മുഹദ്ദിസുകള്, ഫുഖഹാ, അവരൊക്കെ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഹിദായത്ത് കിട്ടി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസാ ഫമദ് ജാഅനാ ബിൽ ഹഖ് ഫൽ ഹഖ് വബിൽ